എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പഴയ ഫ്രിഡ്ജൊക്കെ നമ്മളൊന്ന് മാറ്റി നമ്മൾ വേറൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചായിരുന്നു ഹയറിൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 1 year ആയി. പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഇൻ മൈ ഫ്രിഡ്ജ്, എന്താണ് നമുക്ക് ഫ്രിഡ്ജിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ഫ്രിഡ്ജ് ഒന്നുകൂടി പരിചയപ്പെടുത്താൻ. അത് ഹയറിൻ്റെ ഫ്രിഡ്ജാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ്, കൺവേർട്ടബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഫ്രീസറിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൻ്റെ കൂളിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീസർ താഴെയാണ്. അപ്പം നമുക്ക് താഴെ നിന്ന് ആദ്യം തുടങ്ങാം. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് ഫ്രീസർ. അപ്പോൾ നമുക്ക് ഫ്രീസർ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രീസർ എന്ന് പറയുന്നത് ഡബിൾ ലെയർ ആണ്. താഴെയും മേലിലുമായിട്ട് 2 സെക്ഷനുകളുണ്ട്. അപ്പോൾ താഴത്തെ ശരിക്കും ഇങ്ങനെ ഒരു ബോക്സാണ് ഫ്രീസറിൻ്റെ. നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇത് ചിക്കൻ്റെ എന്താ ബാക്കി വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പം അത് പിന്നെ ഇതിങ്ങനെ ബീഫ് ബാക്കി നമ്മൾ കുറച്ച് ബീഫ് നമ്മൾ കറി വെച്ചായിരുന്നു. അപ്പോൾ ബാക്കി വന്നത് നമ്മൾ ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമുക്ക് എന്താ നോക്കാം. ഇത് നമ്മുടെ ഇവിടുത്തെ കായലിൽ വലയിട്ട് പിടിച്ചതാണ്. ഈ ഒരു കാര, പിന്നെന്താ കൂരിയുണ്ട്, പിന്നെ ഒരു മാന്തൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ ചേട്ടൻ തന്നെ വലയിട്ട് പിടിച്ചതാണ്. അപ്പോൾ ഇത് ഇതാണ് നമുക്ക് നെക്സ്റ്റ് പിലോപ്പി. ഇത് നമ്മുടെ ചാലിയിൽ നിന്ന് പിടിച്ച പിലോപ്പിയാണ്. അപ്പം അത് പിന്നെ ഇതും പിലോപ്പി തന്നെയാണിതും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. മൂടിയൊന്നും തുറയണ പോലും ഇല്ല, നല്ല ടൈറ്റാണ്. ഇതാ പിലോപ്പി. അപ്പോൾ ഇത് നമുക്ക് ഇതേപടി തന്നെ നമുക്ക് തിരിച്ച് വയ്ക്കാം. പിന്നെ എന്താ പറയുക, കറണ്ട് ഇങ്ങനെ ഞാനെപ്പോഴും ഇങ്ങനെ തുറന്ന് ഇടുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാതെ കറണ്ട് നമ്മൾ സേവ് ചെയ്യണ കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് തിരിച്ച് വയ്ക്കാം, ഇത് ക്ലോസ് ചെയ്യാം. ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിലെ ഫ്രീസറിൽ എന്തൊക്കെയാണ് ഇരിക്കണേന്ന് നമുക്ക് നോക്കാം. ഇത് ചിരണ്ടിയ തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങ നമ്മൾ ചിരണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. നമ്മൾ ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്, എന്നാലേ കേടുകൂടാതിരിക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോവും. അപ്പോൾ ഇതൊരാഴ്ചയോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടില്ലാതെ ഇരുന്നോളും. അപ്പോൾ തേങ്ങ ചിരണ്ടിയത്. പിന്നെ ഇതെന്താന്ന് നോക്കട്ടെ കേട്ടോ. ഇത് പൊട്ടറ്റോ കറി ബാക്കി വന്നപ്പോൾ അത് ഞാൻ ബീഫ് ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് നല്ല ഐസായിട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് ഇതെല്ലാം നോക്കാം. ഇത് പൊട്ടറ്റോ നമ്മൾ കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നമ്മൾ പൊട്ടറ്റോ കുറച്ച് വേവിച്ചിട്ടൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ഇതാകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിങ്ങനെ മോർണിംഗിൽ നമ്മൾ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കാം. പിന്നെ എന്താണ്, ഇത് തേങ്ങ അരച്ചതാണ്. അതായത് നമുക്ക് ദോശയൊക്കെ പെട്ടെന്ന് ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ടാൽ മതി. ശരിക്കും ഇത് തേങ്ങാ ചട്നി തന്നെയാണ്. അപ്പോൾ എളുപ്പ വഴിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കാണ്. പെട്ടെന്ന് വല്ല കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ മിക്സിയിൽ അടിക്കാൻ പറ്റിയില്ലെങ്കിലാന്ന് കരുതിയിട്ട് നമ്മളിതിങ്ങനെ ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്.
ഇതാ മീനിന് വേണ്ടിയിട്ടുള്ള തേങ്ങാരപ്പാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു വെച്ചേക്കാണ്. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാന്ന് വിചാരിച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെച്ചേക്കാണ്. അപ്പോൾ ഇതൊരു 1 വീക്കിനായിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഈ ചെയ്തു വെച്ചേക്കുന്നത്. അത് ബീഫ് പുഴുങ്ങിയതായിരുന്നു, മോക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷെ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അത് പിന്നെ ഇത് കൗ മിൽക്കാണ്. ഇത് കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മളിതിങ്ങനെ എഴുതി വെച്ചേക്കാണ്. നമ്മളിവിടെ പാക്കറ്റ് പാലും ഇത് പാക്കറ്റ് പാലാണ്. പാക്കറ്റ് പാലും നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ കവെന്ന് പറഞ്ഞ് നോട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഈ ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മുടെ ഐസ് ക്യൂബ്സ്. ഇതിങ്ങനെ ഇതിടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഐസ് ക്യൂബ്സ് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രീസറിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് തിരിച്ച് വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്തേക്കണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേഗം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതടയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ചു. ഇത് ദോശമാവ് കണ്ടല്ലോ, ദോശമാവാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് തേങ്ങ. നമ്മൾ ചിരട്ടയിൽ നിന്ന് ഇട്ട് പോകുന്ന തേങ്ങ. അത് നമ്മളിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് നമുക്ക് മിക്സിയിലൊന്ന് ഇട്ടടിച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങ ചിരണ്ടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ തേങ്ങ. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് കോളിഫ്ലവർ ആണേ, കോളിഫ്ലവർ. അപ്പോൾ ഇത് കൊച്ചിന് കൊണ്ടുപോകാൻ വേണ്ടി, സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത്തിരി വലുതാണ് മേടിച്ചത്. അപ്പോൾ കുറേ ഉണ്ട്. ഇങ്ങനെ അടുത്തത് ഇത് ബാക്കി വന്ന ചിക്കൻ കറിയുടെ കുറച്ച് ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അതാ ഒരു ബട്ടർ ഞാനിങ്ങനെ പീസാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാകുമ്പോൾ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചേക്കാം. നെക്സ്റ്റ് ഇതെന്താ നോക്കട്ടെടാ. ഇതൊരു ഫേസ് പാക്കാണ്. കോഫി പൗഡറും റൈസ് പൗഡർ കോൺഫ്ലവറൊക്കെ കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, ഇപ്പോൾ എടുക്കാറില്ല അങ്ങനെ. അത് അധികം കേടൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത പോർഷനിലേക്ക് നോക്കാം. ഓക്കെ, അടുത്ത പോർഷനിൽ ഇതിനകത്ത് ഈ ഒരു പോർഷനിൽ കൂടുതലും വെജിറ്റബിൾ ആണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയാൽ ക്യാരറ്റൊക്കെ കൂടുതലും ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ മേടിക്കുന്നത്. പക്ഷെ എല്ലാം ചില കൂടുതൽ മേടിച്ചിട്ട് വരും, അതാണ് പ്രശ്നം. പിന്നെ ടൊമാറ്റോ അല്ല, സോറി, ഇത് ആപ്പിളാണ്. ഇതും മോക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് കൊടുക്കൂല. നമ്മളിത് പുറത്തിറക്കി വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാൻ മോക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇത് ആ കോളിഫ്ലവറിൻ്റെ ബാക്കിയാണ്. ബാക്കി വന്നത് അത് നിറഞ്ഞിട്ട് ഞാൻ ഈ ടിന്നിലോട്ട് ആക്കിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇതെന്താ, ഞാൻ പറഞ്ഞില്ലേ ഈ പോർഷനിലെല്ലാം വെജിറ്റബിൾ ആണ്. ബീട്രൂട്ട്, അത് അതെ സാമ്പാറിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് കഷ്ണങ്ങളാണ്, ബാക്കി വന്ന കഷ്ണങ്ങളാണ്. ഒരു പച്ചയ്ക്ക, പിന്നെ വഴുതനങ്ങ, ഗോവയ്ക്ക, അതൊക്കെ. അപ്പം പിന്നെ ഇതിന്ന്
മോള് പാലൊക്കെ കുടിച്ചില്ല, പാല് കുടിച്ചില്ല. അപ്പം ഞാനത് ഇങ്ങനെ ബാക്കി വന്നത് കുറച്ച് ഞാൻ ഇതിലോട്ടാക്കി വെച്ചതാണ്. അപ്പം ഈ ഒരു പോർഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പോർഷൻ നമുക്ക് നോക്കാം. ഇതാണ് ടൊമാറ്റോ. നേരത്തെ പറഞ്ഞ ആപ്പിളും ടൊമാറ്റോയും തമ്മിൽ മാറിപ്പോയില്ലേ. ടൊമാറ്റോ കുറച്ച് നമുക്ക് എപ്പോഴും ആവശ്യമാണ് ടൊമാറ്റോ ഇടാൻ. ഞങ്ങളെപ്പോഴും എല്ലാത്തിനും ടൊമാറ്റോ എടുക്കാറുണ്ട്. അപ്പം അത് ഇത് വയ്ക്കാം. പിന്നെ ഇതാ ഒരു ചെറിയ ജാമിൻ്റെ ബോക്സും പിന്നെ ടിന്നും പിന്നെ ഒരു പീനട്ട് ബട്ടറും. ഇത് രണ്ടും ഇവിടെ ആരും യൂസ് ചെയ്യാറില്ല, ഞാൻ മാത്രമേ യൂസ് ചെയ്യണം. അപ്പം അത് ഇങ്ങനെ ചെറുതൊരെണ്ണം അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പം അത് പിന്നെ ഉള്ളത്, പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് ചോറ്. ബാക്കി വന്ന ചോറ് അത് ഇത് ഇന്നലെ വൈകുന്നേരം വെച്ച കപ്പയാണത്. അപ്പം അതും ഇങ്ങനെ ബാക്കി വന്നപ്പോൾ ഇതിനകത്താക്കി വെച്ചതാണ്. അടുത്ത എന്താ, ഇത് ഇന്ന് രാവിലത്തെ പൂരിയാണ്. അപ്പം ഇനി ഇത് ആരും കഴിക്കുന്നില്ല. അപ്പം അത് ഞാനിങ്ങനെ ഇതിനകത്താക്കി വെച്ചാണ്. അപ്പം അത് വേറെ എന്താ ഒന്നുകൂടി ഉണ്ട്. ദേ ഇവിടെ ഉണ്ടായ ഒരു പപ്പായയാണ്. അപ്പം അതിങ്ങനെ ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഇപ്പം ഇതെല്ലാം സാമ്പാറിലിടാനേ കൊള്ളുള്ളൂ. അപ്പം അതിങ്ങനെ എടുത്ത് വെച്ചു. അപ്പം ഈ ഒരു പോർഷൻ കവർ ചെയ്തു. മൂന്നാമത്തെ പോർഷനും കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ പോർഷനിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി നമുക്കിനി നാലാമത്തെ പോർഷനിലോട്ട് കിടക്കാം. ഇതാ വേപ്പില, പിന്നെതാ പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഇതൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആ സമയത്ത് തൊണ്ട് കളയാനോ ഒന്നും നിൽക്കേണ്ടതാ. ഇഞ്ചിയൊക്കെ കണ്ടോ, എല്ലാം നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു മാസം വരെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു മാസമൊക്കെ ആവാറായി ഏകദേശം. ഇതൊക്കെ തീരുന്നു സത്യം പറഞ്ഞാൽ. നോക്കിയാൽ വെളുത്തുള്ളിയൊക്കെ തീരാറായി. ഇപ്പോഴും നല്ല ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ പൊളിച്ചിട്ട് കഴുകി വൃത്തിയാക്കി നല്ല എന്താ പറയുക, വെള്ളം ഒട്ടും ഇല്ലാണ്ട് നമ്മൾ വെക്കണം. അപ്പം ഇതുപോലെ കേടുകൂടാണ്ട് ഇരുന്നോളും. അപ്പം അതങ്ങനെ. പിന്നെ സവാള, ഇത് സവാള പൊളിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ജോലിയൊക്കെ നമുക്ക് എളുപ്പത്തിലാക്കാം ഇങ്ങനെയൊക്കെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഉള്ളിയുണ്ട്. ഉള്ളി പൊളിച്ചതപ്പോൾ ഏകദേശം തീർന്നിരിക്കുകയാണ്. കുറച്ചുണ്ട്, ഇതാ കുറച്ചുള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പം നീ പൊളിക്കണിരുന്നുള്ളൂ. അപ്പം അത് പിന്നെ എടുത്തത് ഇതാ ഇത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ ബ്രെഡ് പൊടിച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റിനും ഇതിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊടിച്ച് വെച്ചതാണ്. അപ്പം അത് ഇനി എന്താ ഇതാ ഇതിനകത്ത് നിറച്ച് എന്താ പറയുക, വെള്ളവും ഇതൊക്കെയാണ്. നിറച്ച് വെള്ളമാണ്, വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇത് എന്താ മാപ്പിൾ സിറപ്പ്. അതായത് നമ്മളെ മാപ്പിൾ ട്രീ ഇല്ലേ, മാപ്പിൾ ട്രീയുടെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ സിറപ്പ്. ഇതൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു തേനിൻ്റെ പോലെ ഇരിക്കും. പക്ഷേ ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരമൽ സിറപ്പില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് സാധാരണ ഫോറിൻ കൺട്രിയിലൊക്കെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ഒഴിക്കില്ല. അതാണ് ഈ ഡോറിൻ്റെ സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഗ്ഗൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ആപ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് മോളുടെ ചോക്ലേറ്റും കോല് മിഠായിയൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ ഇവിടെ വെച്ചേക്കാണ്. പിന്നെ അതാ ഒരു ടീ പൗഡർ, അതായത് ലീഫാണിത്. ഇത് ലീഫാണ്, ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇത് വല്ലപ്പോഴും എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്നത്. അല്ലാതെ മോരാണ്. പിന്നെ അതാ ഒലീവ്
ഉപ്പിലിട്ടത്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഒരു ഗ്രീൻ ടീയുടെ ഒരു ബോക്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ, ഇത് നമുക്ക് തന്നതാണ്, നമ്മളൊരു റിലേറ്റീവ് തന്നതാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടേ, അല്ലെങ്കിൽ അവർ തിരിച്ച് മേടിച്ചിട്ട് പോയാലോ. പിന്നെ ഇതാ ഈ ഒരു പോർഷനാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കാണിച്ചു തരാം. ഇത്രയും നന്നാപ്പഴേ. ഓക്കെ. അപ്പം ഈ ഒരു പോർഷനിൽ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതല്ല. ഇത് ശരിക്കും ക്യാരറ്റ് നമ്മൾ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് മോളെ പറ്റിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോട്ടിലോട്ട് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു മയോണൈസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ ബ്രെഡ്, ഇത് ശരിക്കും ഒരു ചോപ്പറാണ് കേട്ടോ. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം എനിക്കിതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പം ഞാനത് ഇങ്ങനെ ബ്രെഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ബ്രെഡിൻ്റെ ഒരു ബോക്സ് ആക്കി ഞാൻ ബ്രെഡ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഇങ്ങനെ യൂസ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണ്ടേ മേടിച്ചിട്ട് നമുക്ക് അതുകൊണ്ട്. അപ്പം അത് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിയിലൊരു സെക്ഷനും കൂടി ഉണ്ട് ഡോവിൻ്റെ. അത് ക്യാമറയിൽ കാണുന്നില്ല. ഈ ഒരു സെക്ഷൻ ഇത് ചില്ലി സോസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ടീ, ഇതൊരു ടീ ബാഗാണ്. അല്ല, ടീ ബാഗ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ടീ ബാഗിൻ്റെ ഒരു കവറാണ്. പിന്നെ കുറച്ച് മസാലാസ് ഉണ്ട്. മൂന്ന് കവറാണത്. ടിക്കയുടെ ഉണ്ട്, അച്ചാറിൻ്റെ ഉണ്ട്, പിന്നെ അത് മസാല പൗഡർ, മിക്സഡ് മസാല പൗഡർ. ഇത് ഞാനെല്ലാം പൊട്ടിച്ച് യൂസ് ചെയ്ത്. ഇത് നമുക്കൊരു റിലേറ്റീവ് തന്നതാണ് കേട്ടോ, അത് നമ്മളിത് മേടിച്ചതൊന്നുമല്ല.